ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയുള്ളത് ഒരേ ഒരു തിയറി എക്സാം മാത്രമാണ്. അതായത് PSM അഥവാ സ്വസ്ഥം. അതിൻ്റെ സെക്കൻഡ് പേപ്പറാണ്. അപ്പോൾ എല്ലാത്തവരും ചെയ്യുന്ന പോലെ സിലബസ് എടുക്കുക, ഓപ്പൺ ചെയ്യുക, അതിൻ്റെ സിലബസ് പോയിൻ്റ് കണ്ടിട്ട് കണ്ണുതള്ളിയിരിക്കുക, എന്നിട്ട് കുറച്ച് നേരം കരയുക, വിഷമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഒരു ഡൂ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പഠിക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുവാണ്. ഇതിനൊക്കെ എത്രത്തോളം തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. കാരണം അങ്ങനെയുള്ള എഴുത്താണ് എൻ്റെത്. പക്ഷേ ഞാനിങ്ങനെ കുറേ ടോപ്പിക്സ് ഇങ്ങനെ എഴുതി വയ്ക്കുക. അതായത് എനിക്ക് തോന്നുന്നത്, എനിക്ക് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം എന്ന് തോന്നുന്നത് മാത്രം ഞാനിങ്ങനെ എഴുതി വയ്ക്കും. അല്ലാത്ത ഞാൻ പഠിക്കാറില്ല കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സിലബസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടൂ ലിസ്റ്റ് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമുക്ക് എത്ര പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ തന്നെ സെൽഫ് അസസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോ സിലബസ് പോയിൻ്റ് നമ്മൾ ഓരോ മെയിൻ ടോപ്പിക്കിൻ്റെ ഇടയിലും ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇനി നമ്മൾ സ്മാർട്ട് വർക്കിനുള്ള സമയമാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ ലാസ്റ്റ് തിയറി എക്സാം കഴിഞ്ഞു. സോ സെക്കൻഡ് പേപ്പറോടുകൂടി ഈ സീരീസ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേപ്പറാണ്. കാരണം എന്താ വെച്ചാൽ പഠിച്ചവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഞാനത് പഠിച്ചു എന്നല്ല പറയുന്നത്, സത്യം പറഞ്ഞാൽ എല്ലാം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ടല്ലോ ഒരു മിനിറ്റ് പോലും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതായത് പേപ്പറിന് ടൈം നോക്കാൻ വേണ്ടിയിട്ട് ആ ക്ലോക്കിൽ പോലും നോക്കാനുള്ള സമയം ഇല്ലായിരുന്നു. ഇത് ഇങ്ങനെ പൊങ്ങി നോക്കാൻ പോലും പറ്റില്ല. ഫുൾ ടൈം അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊരു വീഡിയോ കുഴപ്പമില്ല. ബൈ ബൈ.